കാലാതീതമായ വിശ്വാസത്തിന്റെ കൽപ്പടവുകളിൽ ഐതിഹ്യങ്ങൾ സുഗന്ധം പരത്തുന്ന ഒരിടം. അവിടെ മണ്ണും മനസ്സും ഒരേപോലെ പവിത്രമാകുന്നു. പ്രകൃതിയുടെ വർണ്ണങ്ങളും ഭക്തിയുടെ തീഷ്ണതയും ഒന്നിക്കുന്ന അപൂർവമായൊരു ആത്മീയ സമുന്നയമാണ് അയ്യപ്പൻ തീയാട്ട്. ദൈവവും മനുഷ്യനും ഒന്നായി ലയിക്കുന്ന നിമിഷം. പന്തളൻ രാജകുമാരന്റെ വീരകഥകൾ മണ്ണിൽ 5 വർണ്ണങ്ങളാൽ തെളിയുമ്പോൾ ഭക്തിയുടെ കനൽ വഴികളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര അവിടെ ആരംഭിക്കുന്നു. അയ്യപ്പൻ തീയാട്ട് എന്നുള്ളത് ശരിക്ക് പാരമ്പര്യമായിട്ട് പഴയ കാലത്ത് ചാലക്കുടി പുഴ തൊട്ട് പയ്യന്നൂർ വരെ ഭാഗത്ത് നടന്നു വരുന്ന അത് തീയാടി നമ്പ്യാർ എന്നൊരു വളരെ ഒരു അതിന്യൂനപക്ഷ സമുദായമാണ്. അവർ നടത്തി വരുന്ന അവരുടെ കുലപ്രവർത്തിയായിട്ട് നടത്തി വരുന്ന അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ട്. അത് അയ്യപ്പനെ അനുബന്ധിച്ചാണ്. അയ്യപ്പൻ തീയാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപുരാതന ദ്രാവിഡ കലയാണ്. അത് ആദിദ്രാവിഡ കല. അതായത് ഇന്നത്തെ ഈ ക്ഷേത്രങ്ങൾ ഉൾത്തിരിയുന്നതിന് മുമ്പ് പഴയകാലത്ത് കാവുകൾ അയ്യപ്പൻ, ഭദ്രകാളി, വേട്ടേകരൻ, ഗണപതി, സർപ്പങ്ങൾ, നാഗക്കാവ്, അപ്പോൾ ഇവരൊക്കെ കാവ് എന്ന് പറയും. ഈ കാവുകളിൽ ഉണ്ടായിരുന്ന ഒരു ആരാധനാ രീതിയാണ് ഈ തീയാട്ട്. അത് ആരാധനയാണ്, കലാരൂപമാണ്. അനുഷ്ഠാന കല എന്ന് പറഞ്ഞാൽ കലാരൂപത്തിൽ വീക്ഷിച്ചത് മുഴുവൻ കലയാണ്. അത് ആരാധനയാണ്. മധ്യോത്തര കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് അയ്യപ്പൻ തീയാട്ട്. പഞ്ചവർണ്ണപ്പൊടികളാൽ വിരിയുന്ന ദിവ്യരൂപം. കരിപ്പൊടിയുടെ കറുപ്പും മഞ്ഞളിൻ്റെ തിളക്കവും വാഗയിലയുടെ പച്ചപ്പും ഉമിക്കരയുടെ ഗൗരവവും ചുണ്ണാമ്പും മഞ്ഞളും ചേർന്ന ചുവപ്പും. ഈ പഞ്ചവർണ്ണങ്ങൾ പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. പുലിവാഹനനായ മണികണ്ഠന്റെ ഓരോ ചടുലഭാവവും ഈ കളത്തിൽ തെളിയുമ്പോൾ ഓരോ ഭക്തനും തന്നിലെ ഈശ്വര ചൈതന്യത്തെ തൊട്ടറിയുന്നു. ഈ അയ്യപ്പൻ തീയാട്ടിൻ്റെ വിസ്തൃത രൂപമാണ് ഉദയാസ്തമനക്കൂത്ത്. ഈ അമൃതമദന കഥ മുഴുവനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ആടി വരുന്ന ഇതാണ്, ഉദയം തൊട്ട് അസ്തമനം വരെ. അപ്പോൾ അതിന് എഴുതണ പ്രത്യേക തലേദിവസം വിസ്തരിച്ച തീയാട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഉദയാസ്തമനക്കൂത്ത്. അതിന് പ്രത്യേകിച്ച് പത്മക്കളാണ് ഇടുക. അപ്പോൾ സ്വസ്തിക അഷ്ടദളമാലയായിട്ടുള്ള ഈ പത്മക്കളാണ്. ഈ രൂപകളത്തിന് കല കൂടുതൽ രൂപകളത്തിലായിരിക്കുമെങ്കിലും വല്ലാണ്ട് ശ്രദ്ധ ഒരുപാട് 17 സ്വസ്തികം, 24 പത്മം, അഷ്ടതളായിട്ട് പിന്നെ നിറച്ച് കള്ളികൾ. അതിലൊന്നും നിറക്രമം ഇന്ന കള്ളിക്ക് ഇന്നത് എന്ന് വളരെ അത് കൂടുതൽ താന്ത്രികമായിട്ടുള്ള ഇതാണ്. അതായത് കൂടുതൽ ശ്രദ്ധയും കളത്തിൻ്റെ വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിലെ വ്യത്യസ്ത ഇത് വരുന്ന കളങ്ങൾ.
വാമൊഴിയായി പകർന്നു വന്ന പുരാവൃത്തങ്ങൾ സംഗീതമായി ഒഴുകുന്നു. കാനനവാസന്റെ ജനനവും മഹിഷി നിഗ്രഹവും ഈ പാട്ടുകളിൽ തുടികൊള്ളുന്നു. ഓരോ വരിയും വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ഒരു ശരണമന്ത്രമായി പെയ്തിറങ്ങുന്നു. അന്തരീക്ഷം ഭക്തിസാന്ദ്രമാകുന്ന നിമിഷങ്ങൾ. എനിക്ക് തോന്നണത് നമ്മളെപ്പോലെ ഒരു ഒതുങ്ങിയ 8 കുടുംബമുള്ളൂ ഈ സമുദായം. അതിലാകെ ഒരു 10 പേരൊക്കെ ഉണ്ടാവും ഇത് നടത്തുന്ന പേര്, ഇത് ചെയ്യണ ആൾക്കാർ. അപ്പോൾ അതിൽ തീയാടി നമ്പ്യാർ എന്ന് പറയാം. ഞാൻ മുളകുന്നത്തുകാവ് തീയാടി രാമൻ നമ്പ്യാർ എന്നാണ് എൻ്റെ മുഴുവൻ പേര്. എൻ്റെ പാരമ്പര്യം മുളകുന്നത്തുകാവ് അമ്പലത്തിലെ അടിയന്തരക്കാരനാണ്. അതാണ് എൻ്റെ പാരമ്പര്യം. കഥകളിയൊക്കെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പച്ചവേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഥകളിയിലെ പച്ചവേഷത്തിന് ഇപ്പോൾ അയ്യപ്പൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. കഥകളിക്ക് സപ്തമാതൃക്കളുണ്ട് എന്നാണ് പറയാം. അതിൽ ഒരു മാതാവ് അയ്യപ്പൻ തീയാട്ടാണ്. ഇതിലെ മുദ്രാഭിനയം എന്നുള്ളത് 1000 ആണ്ടുകൾ പഴക്കമുള്ള ഒരു മുദ്ര രീതിയാണ്. അത് വീരഭക്തിയാണ് അതിൻ്റെ സ്ഥായി. അത് നേരിട്ട് നന്ദികേശ്വരൻ ശാസ്താവിൻ്റെ അവതാരകത പിതാവായ മഹാദേവ നിയോഗത്താൽ നന്ദികേശ്വരൻ ശാസ്താവിന് ആടിക്കൊടുക്കുന്നതായിട്ടാണ് അതിൻ്റെ സങ്കല്പം. ഭക്തിയാണ് ഇതിൻ്റെയൊക്കെ സ്ഥായി. വളരെ അനുഷ്ഠാനകലയാണ്. ക്ഷേത്രങ്ങളിലും ബ്രഹ്മാലയങ്ങളിലാണ് ഇത് പാരമ്പര്യമായിട്ട് നടന്നു വരുന്നത്. ഭക്തി ആവേശമായി മാറുന്ന നിമിഷം. ശാസ്താവിൻ്റെ വേഷമണിഞ്ഞ് നമ്പ്യാർ പുരാണ കഥകൾ അഭിനയിച്ചു കാണിക്കുന്നു. കത്തുന്ന പന്തങ്ങളുമായി തീയൊഴിയുമ്പോൾ അത് തിന്മയുടെ നാശത്തെയും നന്മയുടെ വിജയത്തെയും അടയാളപ്പെടുത്തുന്നു. അഗ്നിനാളങ്ങൾക്കിടയിൽ തെളിയുന്ന ആ രൂപം ഭൗതികതയെ മറികടന്ന് ആത്മീയതയുടെ ഔന്നിത്യം പ്രാപിക്കുന്നു. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള കളം വേട്ടയ്ക്ക് പോണ അയ്യപ്പനാണ്. അപ്പോൾ വേട്ടയ്ക്ക് പോണ അയ്യപ്പനാന്ന് പറഞ്ഞ പലവരും ചോദിക്കും വേട്ടയ്ക്കരനാണോ എന്ന്. വേട്ടയ്ക്കരനും അയ്യപ്പനും 2 സങ്കല്പമാണ്. കിരാതരൂപിണിയുള്ള പാർവതി ദേവിക്ക് കിരാതരൂപിയുള്ള ശിവന് പിറന്ന മകനാണ് വേട്ടയ്ക്കരൻ. അയ്യപ്പൻ എന്ന് പറഞ്ഞ വിഷ്ണുമോഹിനിയിൽ ശിവന് പിറന്ന മകനാണ്. അപ്പോൾ അയ്യപ്പൻ സാത്വികമൂർത്തിയും വേട്ടയ്ക്കരൻ രൗദ്രമൂർത്തിയാണ്. നമ്മൾ അയ്യപ്പൻ തീയാട്ടിൽ അയ്യപ്പനാണ്, വേട്ടയ്ക്ക് പോണ അയ്യപ്പനാണ് ഇപ്പോൾ ഇത് കളയെഴുതിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ താടിയായിട്ട് ഇത് വേട്ടയ്ക്ക് പോണ അയ്യപ്പൻ്റെ രൂപമാണ്. ഇതല്ലാണ്ട് പ്രഭാമണ്ഡലമായിട്ട് പുലിവാഹനായിട്ട് ഭാര്യാപുത്ര സമേതനായിട്ട് പ്രഭയാകുന്ന ഭാര്യ സത്യകനാകുന്ന പുത്രനായിട്ടുള്ള 3 രൂപക്കളം എന്ന് പറയുന്നത് അതിൻ്റെ വലിയ രൂപമാണ്. ഈ വ്യത്യസ്ത ഭാവത്തിലുള്ള കളങ്ങളാണ് എഴുതാറ്. ഇതേപോലെ പാട്ട് എന്ന് പറഞ്ഞാൽ തോറ്റം സ്തുതിപരായിട്ടുള്ള പാട്ടും തോറ്റെന്ന് പറഞ്ഞ പ്രമേയമാണ്. അമൃതമദന കഥയിൽ ശാസ്താവതാരം അത് പ്രമേയമാണ്, തോറ്റെന്നാ പറയാം. മുദ്രാഭിനയം എന്നുള്ളത് ചെറുമുദ്രയിൽ മാറടക്കി കൈയാട്ട് ഇതിൽ കൂടിയാട്ടായിട്ടാണ് ഏറ്റവും ബന്ധം. വളരെ അതിപ്രാചീന കലാരൂപമാണ്. കോമരം എന്നുള്ളത് വീരതാണ്ഡവ നൃത്തമാണ്. അപ്പോൾ ഇതിലെന്തോ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ചെയ്യണ ഒരേ ആൾ തന്നെ അധികവും കളവും പാട്ടും കൂത്തും കോമരം, അതായത് ഗീത നൃത്ത വാദ്യ ആലേഖ്യ അഭിനയം ഒരേ ആൾ ചെയ്യണു എന്നുള്ളത് ഈ തീയാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ഇപ്പോൾ കഥകളിയിലോ വേറെ ഇതൊന്നും നമുക്ക് കാണാം. ഒരാൾ വേഷം ചെയ്യുന്നു, ഒരാൾ പാട്ട് ചെയ്യണു. ഇത് അങ്ങനെയല്ലാതെ എല്ലാതും കൂടി ഒരേ ആൾ ചെയ്യണ ഒരു ഇതാണ്. തൗര്യത്രികം ഗീത നൃത്ത വാദ്യം ഒരേ ആൾ ചെയ്യണ ഒരു അതിപ്രാചീന കലാരൂപമാണ് അയ്യപ്പൻ തീയാട്ട്.
മധ്യോത്തര കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു അതിപ്രാചീന അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ട്. അതിലെ ഗീത, നൃത്ത, വാദ്യ, ആലേഖ്യ, അഭിനയം 5 സുകുമാര കലകൾ ഒന്നിക്കുന്നുണ്ട്. കളമെഴുത്ത്, അയ്യപ്പൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കളമെഴുതി അതിൻ്റെ പൂജ കഴിഞ്ഞ് ദേവചൈതന്യം കൈക്കൊണ്ടാൽ പല പാട്ടുകളാലും തോറ്റങ്ങളാലും കൊട്ടിപ്പാടി സ്തുതിച്ച് അത് പാട്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഭിനയഭാഗം, അമൃതമഥന കഥയും ശാസ്താവിൻ്റെ അവതാര കഥയും അതാണ് മുഖ്യമായിട്ട് ആടുക. അതിലിപ്പോൾ മുഖ്യമായിട്ടും ശാസ്താവിൻ്റെ അവതാര കഥയാണ് പ്രധാനമായിട്ട് ആടുക. അപ്പോൾ അത് ഈ മുദ്രാഭിനയത്തിൽ കൂടിയാട്ടവും കഥകളിയും, കഥകളുടെ പ്രാഗ്രൂപമാണ്, 1000 ആണ്ടുകൾ പഴക്കമുള്ള ഒരു കലാരൂപമാണ്. അങ്ങനെ ഇത് കൂടിയാട്ടമായിട്ടാണ് കൂടുതൽ ബന്ധം. സാത്വികാഭിനയം ഇല്ലാണ്ട് നേരിട്ട് നന്ദികേശ്വരൻ ശാസ്താവിൻ്റെ ജന്മരഹസ്യം പറയുന്നതായിട്ടാണ് അതിൻ്റെ മുദ്രാഭിനയം. അത് കഴിഞ്ഞ് അഴൽപൂജ എന്നുള്ള അത് കഴിഞ്ഞാൽ പിന്നെ കോമരം എന്നുള്ളത് നൃത്തമാണ്. അത് ഈ അയ്യപ്പൻ്റെ പ്രതിപുരുഷനായിട്ട് കോമരം വാളും ചുരികയോ കടുത്തിലോ വാങ്ങി വന്ന് വാദ്യഘോഷങ്ങളോടെ വന്ന് മുല്ലയ്ക്കപ്പാട്ട് എന്നുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഇത് കോമരം ഇവിടെ വന്ന് വാദ്യഘോഷത്തോട് ഇങ്ങനെ വന്ന് ഈടുങ്കൂർ എന്നുള്ളൊരു ഖഡ്ഗനൃത്തമുണ്ട്. അത് കൊട്ടിയത് ചവിട്ടണം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കളത്തിലെ എല്ലാ തരത്തിലുള്ള ചായമ്പകോട്ട, ചെമ്പട, അടന്ത, ചമ്പ, പഞ്ചാരി ഒരേ താളത്തിലുള്ള ഇരട്ടിയും അതിനിരട്ടിയുമായിട്ടുള്ള ഇതായിട്ട് ഒടുക്കം വളരെ പതിഞ്ഞു തുടങ്ങി അതിചടുലായിട്ടുള്ള കാൽവെപ്പോട് ഇങ്ങനെ ഏറ്റവും അവസാനം ദ്രുതഗതിയിലായിട്ട് കഴിഞ്ഞ കളത്തിൽ ചാടി വീണ് കളം ഘട്ടം ഘട്ടമായിട്ട് കുരുത്തോലയും കളവും മാച്ച് അതിൻ്റെ മുഖം മായ്ക്കണതിന് മുമ്പായിട്ടാണ് തേങ്ങേറ്. ഇത് ഇന്നിപ്പോൾ ഇവിടെ ഒരു 1000-2000 തേങ്ങയുണ്ട് എന്ന് അവർ പറഞ്ഞ്. സോ അത് 12000 തേങ്ങ വരെ എറി. വേട്ടയ്ക്കാരന് അയ്യപ്പനും ഉണ്ട് തേങ്ങേറ്. അപ്പോൾ അയ്യപ്പനും ഞാൻ പല 12000 എന്നുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിലുള്ള തേങ്ങ ഇരുന്ന് ഈ തേങ്ങാപീഠത്തിൽ ഇരുന്നാണ് എറിയുക. 12000 മട്ടിലിരുന്ന് എറിഞ്ഞ് ആ തേങ്ങേറ് കഴിഞ്ഞ് വന്ന വീണ്ടും വന്ന് കളം മുഖം മാച്ച് കൽപ്പന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫലശ്രുതി പോലെ അത് പറയാണ്. അത് കഴിഞ്ഞ് കൂറ ഇട്ട് തുടങ്ങണു, കൂറ വലിച്ച് അവസാനിക്കുന്നു. ഇങ്ങനെ മധ്യോത്തര കേരളത്തിൽ വളരെ നടന്നു വരുന്ന അതിപ്രാചീന അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ട്. ഇന്ന് കേരളത്തിൽ മുഴുവനും, ഞാൻ എറണാകുളത്താണ്, തൃപ്പൂണിത്തുറയാണ് താമസം. ഞാൻ തൃശ്ശൂർക്കാരൻ, മുളകുത്തുകാരനാണ്. തീയാടി നമ്പ്യാർ എന്ന് പറയുന്ന ഒരു അതിന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഒരു പാരമ്പര്യ കലയാണിത്. അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറ, എറണാകുളത്തായിട്ട് തിരുവനന്തപുരം വരെ അങ്ങോട്ട് കേരളത്തിന് പുറത്തും ഡൽഹിയിലും മഹാനഗരങ്ങളിലും നരകങ്ങളിലും ഒക്കെ കൊണ്ട് തീയാട്ട് നടത്തി. അങ്ങനെയൊന്നും പണ്ട് ഇത് മധ്യോത്തര കേരളത്തിലായിരുന്നു. ഇന്ന് കേരളം മുഴുവനും കേരളത്തിന് പുറത്തായിട്ട് വലിയ ഒരു കലാരൂപമാണ് അതിൽ. അതുപോലെ വ്യത്യസ്ത ഭാവത്തിലുള്ള കളങ്ങൾ. ഇന്നിവിടെ അശ്വവാഹന ശാസ്താവ് പറഞ്ഞ് വേട്ടയ്ക്ക് പോണ അയ്യപ്പൻ്റെ കളാണ് എഴുതിക്കണം. വില്ലമ്പും പിടിച്ച് വലത്തെ കയ്യിൽ ചമ്മട്ടി പിടിച്ച് വേട്ടയ്ക്ക് പോണ അയ്യപ്പൻ്റെ ധ്യാന ശ്ലോകത്തിലുള്ള കളമാണ് എഴുതിയുള്ളതാണ്. താടി രൂപമായിട്ട് വേട്ടയ്ക്ക് പോണ അയ്യപ്പനാണ്. സൃഷ്ടിയിൽ നിന്ന് ലയത്തിലേക്കുള്ള ദൂരം ഒരു കളം വായ്ക്കലിൽ അവസാനിക്കുന്നു. രൂപത്തിൽ നിന്ന് അരൂപനിലേക്ക് ദൈവം തിരിച്ചു പോകുന്ന നിമിഷം. പക്ഷേ ഭക്തന്റെ മനസ്സിൽ ആ ചൈതന്യം മായാതെ നിലനിൽക്കുന്നു. അയ്യപ്പൻ തീയാട്ട് അവസാനിക്കുമ്പോൾ ശേഷിക്കുന്നത് അഗ്നിശുദ്ധി വരുത്തിയ മനസ്സും പവിത്രമായ ശാന്തിയും.